ഹലോ ഗൈസ്, എനിക്കാണെന്നുണ്ടെങ്കിൽ ഇന്നൊന്ന് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ നേരത്തെ എല്ലാം ചെയ്തു തീർത്ത് കുഞ്ഞുകുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് അവനെ കുളിപ്പിച്ച് അഖിലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫയലും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബാങ്കിലൊന്ന് പോകണമായിരുന്നു. ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങേണ്ട കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് ഇന്നാണ് അപ്പോയിൻമെൻറ്റ് എടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റിക്സൻ ചേട്ടൻ ക്ലാസ്സും കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് ബാങ്കിലോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ ബാങ്കിലോട്ട് ചെന്നാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ബാഗിൽ ഇതാ ഫയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്നും കൂടെ നോക്കുമായിരുന്നു, എല്ലാം വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പേപ്പറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ. അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ചാവിയും ഹെൽമെറ്റും നമ്മുടെ ഷോളും കൂടി എടുത്ത്, ഷോൾ കെട്ടാതെ ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി പറ്റത്തില്ല ഗൈസ്. സൺഗ്ലാസും കൂടെ വെച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. ഞാനാണെങ്കിൽ ജാക്കറ്റ് എടുക്കാൻ മറന്നു, സൺഗ്ലാസ് എടുക്കാൻ മറന്നു. എന്താണെന്ന് അറിയത്തില്ല. ധൃതിക്ക് പോകാൻ നേരം നമ്മൾ പല കാര്യങ്ങളും മറക്കുമല്ലോ. അങ്ങനെ ദേ ബാങ്കിൽ വന്നപ്പോഴത്തേക്കും അടിപൊളി. ക്യാബിനിലൊന്നും ഒറ്റ മനുഷ്യരില്ല. ഞാനോർത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് വല്ലതും ആണോ ഇനി ഇവർക്ക്. 10 മണിക്ക് തുടങ്ങുന്ന ബാങ്കിൽ എങ്ങനെയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്കൊക്കെ വരുന്നതെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞത് കറണ്ട് ഇല്ല മോളെ, അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും ചൂടെടുത്തിട്ട് പുറത്ത് നിൽക്കുവാണെന്ന്. അങ്ങനെ ഒരു മണിക്കൂറോളം നമ്മളവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് വന്നില്ല ഗൈസ്. അങ്ങനെ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു മാഡം ബേബി ഉണ്ട്, നാളെ ഒന്നും കൂടെ വന്നോന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബേബീനെ വീട്ടിലാക്കിയിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും, ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് തന്നിട്ട് മൊബൈൽ നമ്പരും തന്നിട്ട് പൊക്കോ, ഞാൻ വിളിക്കും. കറണ്ട് വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ പേപ്പർ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മൊബൈലിൽ ഒരു OTP വരും. അപ്പോൾ വിളിക്കുമ്പോഴത്തേക്ക് OTP ഷെയർ ചെയ്താൽ മതി, പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്താണ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കുമാണ് ഗൈസ് കുറേ സ്ഥലത്ത് തപ്പി റിക്സൻ അവസാനം ഒരു തൊപ്പി കണ്ടുവച്ചു. അപ്പോൾ അത് ഇവർക്ക് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ഈ ലോക്കൽ തൊപ്പി മതിയല്ലോ. അങ്ങനെ ആ തൊപ്പിയും വാങ്ങിച്ച് അവിടെ നിർത്തിയിട്ട് തൊപ്പിയും വാങ്ങിച്ചിട്ട് ചൂട് ഗൈസ് ഒരു രക്ഷയില്ല. അങ്ങനെ ഫോട്ടോസ്റ്റാറ്റും എടുത്ത് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ലസ്സിക്കട കണ്ടു ഗൈസ്. നല്ല അടിപൊളിയായിട്ട് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് ആംഗിൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഉണ്ടാക്കിയത്. എനിക്കങ്ങനെ സാധാരണ ഈ റോഡ് സൈഡിൽ നിന്ന് ഈ കരിമീൻ ജ്യൂസും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കുടിക്കുന്നത് അധികം ഇഷ്ടമല്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ റിക്സൻ ചേട്ടൻ പറഞ്ഞടി നല്ല നീറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്, കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്കിത് വാങ്ങിച്ച് കുടിക്കാമെന്ന്. അങ്ങനെ 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഗ്ലാസ്സിന്. ഭയങ്കര അടിപൊളി, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് പിന്നെയും കഴിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ ലസ്സിയും കുടിച്ച് പിന്നെ അതാ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ നിന്ന് ആരോ എടുത്ത് വെള്ളം ഒഴിച്ചു. സൈഡിലൊക്കെ വെള്ളം കിടപ്പുണ്ടായിരുന്നു. ഏതവനാണോ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ്റ്റാറ്റും എടുത്ത് നേരെ കൊണ്ടുവന്ന് ബാങ്കിൽ കൊടുത്തിട്ട് ഇനി നേരെ വീട്ടിൽ പോവാണ് ഗൈസ്. ഇത്രയും അലഞ്ഞ് തിരിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞങ്ങളൊരു വഴിയായി. റിക്സൻ ചേട്ടൻ പറയുന്നത് എന്ത് കാര്യത്തിന് അമ്മയുടെയും മോൻ്റെയും ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമാവുമല്ലോ എന്ന്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ